കേരളത്തിന് പുറത്തുപോയി വിദ്യാഭ്യാസം തേടുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ഒട്ടേറെ പ്രശ്നങ്ങൾ കണ്ണാടി ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇവർ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചിട്ടുള്ള നിരവധി കഥകൾ കണ്ണാടിയിലൂടെയും മറ്റു വാർത്താ ചാനലുകളിലൂടെയും പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. എന്നാലും നാം പഠിക്കില്ല. പുതിയ കഥ തിരുനെൽവേലി പാളയംകോട്ടയിൽ നിന്നും കണ്ണാടിയുടെ മറ്റൊരു ലേഖനത്തിലേക്ക് സ്വാഗതം. തിരുനെൽവേലി മേലേത്തടിയൂർ പാളയംകോട്ട PSN കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഒരു പ്രൊഫഷണൽ കോളേജിൽ വലിയ കാശ് നൽകി അഡ്മിഷൻ വാങ്ങിയ ഒരു വിദ്യാർത്ഥിയും അച്ഛനമ്മമാരും പെട്ടെന്ന് ആക്ഷേപങ്ങളുമായി പൊതുവേദിയിൽ എത്തില്ല. എന്നാൽ കേരളത്തിലെ ചില ചുണക്കുട്ടികൾ അതിനെതിരെ സംഘടിച്ച് രംഗത്തു വന്നു. ഒരു സർ ക്ലാസ്സിൽ വന്ന് ആദ്യമോ ഞങ്ങൾക്ക് ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ അല്ല തരുന്നത്. ചെയർമാൻ ആവട്ടെ ഡയറക്ടർ ആവട്ടെ കയറി വന്ന് പറയുന്നത് യു ബ്ലഡി ബിറ്റ്സ് എന്നാണ് പറയുന്നത്. മീൻസ് എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ അതിനുള്ള ആൻസർ പറയാനായിരിക്കും വരുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്. അപ്പൊ എന്നിട്ട് അവർ പറയുന്നത് അവരുടെ കൾച്ചർ എന്തോ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബോയ്സും ഗേൾസും മിങ്കിൾ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ആരും മിങ്കിൾ ചെയ്യാറുമില്ല. കോളേജിൽ രാവിലെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്നെ വിളിച്ചിട്ട് പോയി ചെയർമാൻ വിളിക്കുന്നു, ഡയറക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഡയറക്ടറിന്റെ ഓഫീസ് ചെയ്തപ്പോൾ ഈ മാറ്ററിൽ നീ ഇന്നലെ എന്തിന് വീട്ടിൽ പോയി, നീ എന്തിന് വീട്ടുകാർ ഇതിൽ അറിയിച്ചു, ഇവിടെ നടക്കുന്ന എന്ത് ചെറിയ കാര്യം നീ ഉടനെ വീട്ടിൽ വിളിച്ച് പറയും യു ബ്ലഡി ബിച്ച് എന്ന് പറഞ്ഞ് എന്നെ ശരിക്കും എന്നെ അങ്ങ് ഫയർ ചെയ്തു. മീൻസ് ഭയങ്കരമായി ഫയർ ചെയ്തിട്ട് ഇതാണല്ലേ ഇനി ഇങ്ങനെ ഉണ്ടാകും, ഇനി ഞങ്ങൾ ചിലപ്പോൾ വിളിപ്പിച്ചെന്നിരിക്കും, സത്യം ഉണ്ടായെന്ന് എനിക്ക് ഇല്ലാതിരിക്കും, അപ്പോഴൊക്കെ നീ നിന്റെ വീട്ടുകാരെ ഇന്റലിജ് ചെയ്യിപ്പിക്കുമോ പറഞ്ഞ് എനിക്കൊണ്ട് അപ്പോളജി എഴുതി വാങ്ങിച്ചു. അപ്പോളജി എഴുതിയത് ഭയങ്കര ഒരു അവരെല്ലാരും വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ല, ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് അപ്പോളജി എഴുതാം. എന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. അവിടെ നിന്ന് ബലപൂർവ്വം അപ്പോളജി എഴുതിപ്പിക്കുമായിരുന്നു. അപ്പോളജി എഴുതി കൊടുത്തു. ബ്ലഡി ബിച്ച്. പുതിയ തലമുറയിലെ കുട്ടികൾ അത്തരം പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടവരാണ് അധ്യാപകരും മുതിർന്നവരും. ഇവിടെ മറിച്ചാണ്. കുട്ടികളെ അങ്ങനെ വിളിച്ച് ചീത്ത പഠിപ്പിക്കുകയാണ്. ഹോസ്റ്റലിൽ പോയി ഒരു 6 മണിയായപ്പോൾ വീണ്ടും എന്നെ ഹോസ്റ്റലിൽ നിന്ന് വിളിപ്പിച്ചിട്ട് ചെയർമാനായിരുന്നു വിളിപ്പിച്ചത്. കണ്ടു ഉടനെ വീണ്ടും ഇങ്ങനെ പറഞ്ഞു നീ വീട്ടുകാർ നിന്റെ ബ്രദർ എന്നെ വിളിച്ചില്ലേ, ഹൂ ഈസ് ടു കോൾ മീ, എന്നെ വിളിക്കാൻ അയാൾക്ക് എന്തധികാരം, കുറെ പറഞ്ഞിട്ട് ഇത്ര ഇതാണോ, ഇങ്ങനെ പല നടക്കാത്ത എല്ലാ ക്വസ്റ്റിനെയും നീ നിന്റെ വീട്ടുകാരെ എപ്പോഴും കൊണ്ടുവരും എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണം, ഇനി പേരൻസുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 6:30 ആണ് സമയം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ട്രിവാൻഡ്രമാണ്, എനിക്കൊരു 5.5 hours ജേണി ഉണ്ട്, ഇപ്പൊ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ മിഡ്നൈറ്റിലേ എത്തുള്ളൂ, എനിക്ക് ഇപ്പം പോകാൻ പറ്റില്ല, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നീ ഇപ്പൊ പോകണം, നീ നിന്റെ പേരൻസുമായിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി പറഞ്ഞു. ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡ്രസ്സൊക്കെ പിന്നെ മാറാം, ഇറങ്ങിക്കോ, ഇപ്പൊ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. പൈസ എടുക്കാൻ പോലും എന്നെ അനുവദിച്ചില്ല. പൈസ കൂടെ നിന്ന കുട്ടിയെ കൊണ്ട് എടുപ്പിച്ചിട്ടാ ആ പൈസ കിട്ടിയത്. ആ പൈസ എടുത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള എനിക്ക് പറ്റില്ല പറഞ്ഞു. എന്നാൽ വേറൊരു പെൺകുട്ടി, ക്ലാസ്സിൽ തന്നെയുള്ള വേറൊരു പെൺകുട്ടിയും കൂടെ കുട്ടി പൊക്കോളാൻ പറഞ്ഞു. ആ കുട്ടി ഞാനും കൂടെ അവിടെ ആണെങ്കിൽ ഒരു ചോദിച്ചാൽ അറിയാം ഭയങ്കര റിമോട്ട് ഏരിയ, ഓട്ടോ എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണില്ല. ഞങ്ങൾ പുറത്തിറങ്ങി വിളിച്ചു പറയണം, അപ്പം ആണ് ഓട്ടോ വരുന്നത്. ഞങ്ങൾക്ക് ഓട്ടോയും ഇല്ല, 6-6:45 എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ ആണെങ്കിൽ എനിക്ക് ഭാഷ അറിയില്ല, ഞങ്ങൾക്ക് ആ സ്ഥലം ഒന്നും അറിയില്ല. ഞങ്ങൾ നടന്നു, അവിടുന്ന് കുറേ ദൂരം നടന്ന് ലാസ്റ്റ് ഓട്ടോ പിടിച്ചു. ആ ഓട്ടോക്കാരനൊരു പാവമായതുകൊണ്ട് അദ്ദേഹമാണ് പിന്നെ ഞങ്ങളെ ബാക്കി ഫുൾ കൊണ്ടുപോയത്. ഒരേ കോഴ്സിനാണ് ഡിഫറെന്റ് ഫീസസ് അവർ ഈടാക്കുന്നത്. ഇപ്പൊ ഒരാളുടെ ഫീസ് 50,000 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കുട്ടി 70,000 പേ ചെയ്തിരിക്കുന്നത്, വേറൊരു കുട്ടി 40 പേ ചെയ്ത് പല ഫീസാണ്. ഡൊണേഷൻ ഇല്ല, ഫീസ് കുറവ്, ലെസ് ഫീസ്, ഇവരുടെ അഡ്വർടൈസ്മെന്റ് തന്നെ നോക്കാം. പക്ഷെ ഞങ്ങള് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഒരാൾ പോലും ഇല്ല, ഒരേ ഫീസ് കൊടുത്ത ഇപ്പൊ 70 കൊടുത്ത ഒരു കുട്ടി, 60 കൊടുത്ത ഒരു കുട്ടി, 65 പല ഫീസാ. കോളേജിലെ ഹോസ്റ്റൽസ് കാണിക്കാൻ പറഞ്ഞപ്പോ ഒരു റൂമിൽ 2 കുട്ടികൾ മാത്രം തങ്ങുന്ന എന്നൊക്കെ പറഞ്ഞ് മറൈൻ ഹോസ്റ്റൽ കൊണ്ട് കാണിച്ചു. അതിനുശേഷം ക്ലാസ് തുടങ്ങി പേരൻസ് കൊണ്ടുവന്നപ്പം ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് കാണിച്ച ഹോസ്റ്റൽ ഒരു റൂമിൽ 8 പേരാ. ആ 8 പേർക്ക് കിടക്കാൻ 2 കട്ടിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒരു ടേബിൾ, ഒരു കസേര. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടി എന്തെല്ലാം പഠിക്കാൻ കാണും, അവർക്ക് എന്തെല്ലാം വർക്ക് ചെയ്യാൻ കാണും, പക്ഷെ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അവിടെ. കേരളത്തിലെ അച്ഛനമ്മമാർ ഇത് പാഠമാക്കണം. മക്കളെ എവിടെയെങ്കിലും അയച്ച് ഡോക്ടറാക്കുകയും എഞ്ചിനീയറാക്കുകയും എന്ന ആഗ്രഹം നല്ലതാണ്. എന്നാൽ ചിലപ്പോൾ കൊടുക്കുന്ന കാശിന്റെ കുളിമറി പോലും അവിടെ ഉണ്ടാവില്ല.
ആകെ കോളേജിൽ 2 ബാത്റൂമേ ഉള്ളൂ. ആ 2 ബാത്റൂമിൽ 90 സ്റ്റുഡൻസും വെളുപ്പിനെ 3:30 മുതൽ രാവിലെ 8 മണി വരെ 1 ക്യൂ നിന്നിട്ടാണ് അവരെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിറവേറ്റിയിരുന്നത്. എന്റെ ഫ്രണ്ട് വിഷ്ണുവും ജോബിയും പറഞ്ഞ എന്റെ 2 സുഹൃത്തുക്കളെ എന്നെ തിരക്കി അവിടെയൊക്കെ നടന്ന് ആരോ പറഞ്ഞ അനുസരിച്ച് ചെയർമാന്റെ റൂമിലുണ്ടെന്ന് പറഞ്ഞു. ഇത് വെച്ച് അന്വേഷിച്ച് അവരെ ചെന്നപ്പോഴത്തേക്ക് ഇവർ ചോദിച്ചു അതുപോലെ തന്നെ ഇവരോട് ചോദിക്കുകയും ചെയ്തു ഹു ആർ യു എന്ന് പറഞ്ഞ് ഇവരെന്റെ അച്ഛനാണോ എന്ന് പറഞ്ഞ് പിതൃത്വത്തെയും പൈതൃകത്തെയും വളരെയധികം താഴ്ന്ന രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ചെയർമാന്റെ ഞങ്ങളെ അഭിസംബോധന ചെയ്തത്. ഞങ്ങൾ ആദ്യം 3 കട്ടിലിൽ 8 പേര് വെച്ചാണ് കിടന്നത്. ഞങ്ങളുടെ റൂമിൽ ചെറിയൊരു റൂമും 8 പേരും കൂടെ ആയിരുന്നു. ഒരു മേശയും ഒരു കസേര. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് അതൊന്നും പോരാ. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. ഇങ്ങനെ ചെയർമാൻ ഭയങ്കര ഗുണ്ടയാണ് ഇതാണെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും ചോദിക്കാനായിട്ട്. എന്തായാലും അവിടുത്തെ അന്തരീക്ഷം കൊണ്ട് ആപ്പടെ ഡെസ്പായിട്ട് പിന്നെ ഒരു മൈഗ്രെയിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ട് അങ്ങനെ ഫിക്സായി. 2 പ്രാവശ്യം ഫിക്സായിട്ട് ഇവരത് ഡോക്ടറെ കാണിക്കുകയോ പിന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു കെയർ ഒന്നും ചെയ്തിട്ടില്ല. സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പിന്നെ അഡീഷണൽ ഫീസ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. 2ാമത് ഫീസ് കൊടുക്കണം, ഇനി പൈസ ഒരു വർഷം ഫീസ് അടച്ചുള്ളൂ, മൊത്തം ഫീസ് അടക്കുന്നതൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പിന്നെ എല്ലാ രേഖമൂലം പേപ്പറെല്ലാം അയച്ചിട്ടും യാതൊരു റിപ്ലൈ ഇല്ല. മിക്കവരും തിരിച്ചു പോകാനെന്നുള്ള ഇതിലാണ് നിന്നത്. പക്ഷേ അവർ സർട്ടിഫിക്കറ്റ് തരത്തില്ല. പിന്നെ ഈ 4 വർഷത്തെ ഫീസ് അടക്കണമെന്നൊക്കെ മിക്കവരോടും പറഞ്ഞു. ഇങ്ങനെ ആദ്യം പറഞ്ഞവരോട് ഈ ആദ്യം പോകുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ. ഈ കാശ് കൊടുത്തവർക്കാർക്ക് ഇവർ രസീത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാശ് ഞങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഞാൻ കാശ് കൊടുത്തില്ല, പൈസയൊന്നും അന്ന് കൊടുത്തില്ല. ഞാൻ തിരിച്ച് പൈസയും കൊണ്ട് പോകുന്നു. ഒരു വെട്ടിപ്പ് പോലെ അന്ന് തന്നെ തോന്നി. ബുദ്ധിയുള്ള ചിലർക്ക് അങ്ങനെ തീരുമാനിക്കുവാനായി. അതുകൊണ്ട് അവർ വെട്ടിപ്പിൽ നിന്നും ഒഴിവായി. എന്നാൽ വെബ്സൈറ്റിലെ വാഗ്ദാനങ്ങൾ കേട്ട ചിലർ, അത് കണ്ട് അമ്പരപ്പെട്ട ചിലർ വഞ്ചിതരാകുകയും ചെയ്തു. വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ ഭയങ്കര ഭീകരമായ അഡ്വർടൈസ്മെന്റ്, കണ്ടാൽ ആര് വീണ് പോകുന്ന കുറെ അഡ്വർടൈസ്മെന്റ്. പിന്നെ ഓരോരോ ഡിസ്ട്രിക്റ്റിലും ഈ ഏജന്റുമാരുടെ വലിയ വലിയ ഏജൻസീസ് അവര് പറയുന്ന മോഹന വാഗ്ദാനം. പിന്നെ ഞങ്ങൾക്ക് ഒന്നും പറയില്ല, ഗുണ്ടകളാണ്. മീൻസ് നമ്മളിപ്പോ എന്തെങ്കിലും പറയും ക്വസ്റ്റ്യൻ ചെയ്താൽ അടുത്ത ഭീഷണിയാണ്. കാല് കാണില്ല, കൈ കാണില്ല, വീട്ടിൽ പോകില്ല, വീട്ടുകാരറിയില്ല, വീട്ടുകാരെ കാണില്ല. അപ്പൊ കോളേജ് ഡേ 1 മാസത്തിൽ 1 ദിവസം നടത്താറുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ കോളേജ് ഡേ, ഹോസ്റ്റൽ ഡേ എന്നാണ് പറയുന്നത്. 12 മണിയാണ് ഇതിന്റെ സമയം. രാത്രി 12 മണി 11:30 കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ വെച്ചില്ല, ഹോസ്റ്റലിൽ നിന്ന് വളരെ അകലെയുള്ള ഞങ്ങളുടെ ക്യാൻറ്റീൻ 10-15 മിനിറ്റ് ഞങ്ങൾ നടന്നാണ് ആ ക്യാൻറ്റീനിൽ പോകുന്നത്. ആ ക്യാൻറ്റീനിൽ വെച്ചാണ് ഈ ഹോസ്റ്റൽ ഡേ. എന്നിട്ട് അവിടെ ബോയ്സിൽ പ്രവേശനമില്ല, ബോയ്സ് അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആൾക്കാരെ വരെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തരുടെ എടുപ്പിക്കും, ഓരോ ലോട്ട് എടുപ്പിക്കും. എന്നിട്ട് സിനിമാ പാട്ടിടും, അതിനൊത്ത് ഡാൻസ് ചെയ്യണം. കാണാനിരിക്കുന്നത് ചെയർമാൻ, ഡയറക്ടർ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, ഇൻക്ലൂഡിംഗ് ദിസ് ഏജൻസ്, അവരൊക്കെ കാണാനിരിക്കുന്നത് ഡാൻസ് ചെയ്യണം. അപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സർ എനിക്ക് ഡാൻസ് അറിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട്, ഈവൻ ഒന്നുകിൽ ഡാൻസ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ മിമിക്രി മോണായിട്ട് ഒന്ന് പറഞ്ഞുകൂടെങ്കിൽ വെറുതെ അവിടെ 10 മിനിറ്റ് നിന്നിട്ടെങ്കിലേ പോകാൻ പറ്റും. സൗന്ദര്യ വസ്തുക്കളായി തീരുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായി ഇതാ ഒരു കോളേജ് രാപ്പകൽ തുറന്നു കിടക്കുന്നു. കണ്ണാടി കേരള സർക്കാരിനോടും തമിഴ്നാട് സർക്കാരിനോടും അഭ്യർത്ഥിക്കുകയാണ്, ഇതിൽ ഗൗരവമായ അന്വേഷണമുണ്ടാകണം. ഹലോ, പ്രിയ മണി സാറിനോട്